എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പാവ് ഭാജി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്കിത് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളറോ അതുപോലെ ടേസ്റ്റ് മേക്കേഴ്സോ ഒന്നുമില്ലാതെ അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4 ചെറിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും. ഇനി നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ഒരു 3 മുതൽ 4 വിസിൽ വരെ നിങ്ങൾക്ക് എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു 3 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും ഗ്രീൻ പീസും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒട്ടും തന്നെ തരികളില്ലാതെ ഇതുപോലെ നന്നായിട്ട് നമ്മളിപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാൻ ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം. ഇത് കൂടുതൽ ബട്ടറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനാണ്. അപ്പോൾ ഈ ഒരു സവാള കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാവ് ഭാജി എന്ന് പറയുമ്പോൾ കൂടുതൽ ബട്ടറൊക്കെ ഇട്ടിട്ടാണ് കടകളിൽ അത് വാങ്ങിക്കാൻ കിട്ടുക. നമുക്ക് കുറച്ച് ബട്ടറിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് ഓപ്ഷണലാണ്, ഇഞ്ചി വെളുത്തുള്ളി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മസാലകൾ. എക്സ്ട്രാ ആയിട്ട് നമ്മൾ പാവ് ഭാജി മസാല ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചുവന്ന കളറിലെയും അതുപോലെ തന്നെ മഞ്ഞ കളറും എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടറ്റോയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്ന കാരണം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ അതിലേക്ക് അവർ റെഡ് കളറൊക്കെ ഇട്ടിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നല്ലൊരു കളറിൽ ഈ ഒരു പാവ് ഭാജി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർക്കുമ്പം ഈ ഒരു പാവ് ഭാജി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ കസൂരി മെത്തി, ഇത് ഉലുവയുടെ ഇല ഉണങ്ങി പൊടിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബണ്ണ് വേണം. അപ്പോൾ നമ്മൾ പാവ് ബണ്ണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ണ് 2ആയിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് ഈ ഒരു ബണ്ണ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബണ്ണ് ടോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു മസാലയുടെ കൂടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഈ ഒരു ബണ്ണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ബണ്ണും അതുപോലെ തന്നെ പാവ് ഭാജി മസാല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ നാരങ്ങയും ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മസാലയും സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ കൂടെ ഇട്ടിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള പാവ് ഭാജി നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്